തദ്ദേശ വാർഡ് പുനർവിഭജനം നിയമസഭയിൽ ബില്ലായി കൊണ്ടുവരാൻ സർക്കാർ. ഓർഡിനൻസ് ഇറക്കാനുള്ള നീക്കത്തിൽ നിന്ന് സർക്കാർ പിന്മാറി. ജൂൺ 10-ന് നിയമസഭാ സമ്മേളനം ചേർന്ന് ബില്ല് കൊണ്ടുവരാനാണ് നീക്കം. സഭാ സമ്മേളനം വിളിക്കാൻ ഗവർണറോട് ശുപാർശ ചെയ്യാനും ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ചു. അലമീൻ വിശദാംശങ്ങളുമായി. അലമീൻ, സഭാ സമ്മേളനം തീരുമാനിച്ചിരിക്കുന്നു. ഇന്നിപ്പോൾ ക്യാബിനറ്റ് പൂർത്തിയായോ? ഇന്നത്തെ മന്ത്രിസഭാ യോഗത്തിലാണ് നികേഷ് ജൂൺ 10 മുതൽ നിയമസഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചിട്ടുള്ളത്. കാരണം ജൂലൈ 30-ന് മുമ്പ് സഭാ സമ്മേളനം പൂർത്തിയാക്കി ബജറ്റ് ഉപധനാഭ്യർത്ഥനകളൊക്കെ പാസ്സാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ബജറ്റ് സഭാ സമ്മേളനം അനന്തമായി നീട്ടിക്കൊണ്ടു പോകാനാകില്ല. ഇന്ന് ചേർന്ന മന്ത്രിസഭാ യോഗം ജൂൺ 10-ന് സഭാ സമ്മേളനം ചേരാൻ തീരുമാനിച്ചു. അതിന് ഗവർണറോട് ശുപാർശ ചെയ്യാൻ തീരുമാനിച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, തദ്ദേശ വാർഡ് പുനർവിഭജനവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തിങ്കളാഴ്ച പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ച് സർക്കാർ ഒരു ഓർഡിനൻസ് തയ്യാറാക്കിയിരുന്നു. അത് ഗവർണറുടെ അംഗീകാരത്തിന് അയക്കുകയും ഗവർണർ അത് മടക്കുകയും ചെയ്തിരുന്നു. ഏതായാലും ആ ഓർഡിനൻസിൽ നിന്ന് സർക്കാർ ഇപ്പോൾ പിന്നോട്ട് പോവുകയാണ്. കാരണം അതിന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും ഗവർണറുടെയും അനുമതി കാത്തിരുന്നാൽ അനന്തമായി നീണ്ടുപോകും. അങ്ങനെ നീണ്ടുപോയി കഴിഞ്ഞാൽ സഭാ സമ്മേളനം വിളിക്കുന്നത് വൈകുകയും ചെയ്യും. അത് മറ്റു പ്രതിസന്ധികൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഓർഡിനൻസിൽ നിന്ന് പിന്മാറി ഇപ്പോൾ ചേരുന്ന സഭാ സമ്മേളനത്തിൽ തദ്ദേശ വാർഡ് പുനർവിഭജനം ബില്ലായി കൊണ്ടുവരാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഏതായാലും സഭാ സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ ആ ബില്ല് അവതരിപ്പിച്ച് സഭ കഴിയുന്നതിന് മുമ്പ് ബില്ല് പാസ്സാക്കിയെടുക്കുക എന്നുള്ള ഒരു നീക്കമാണ് സർക്കാർ നടത്തുന്നത്. ഏതായാലും നിയമസഭാ സമ്മേളനം ചേരാൻ ഗവർണറോട് മന്ത്രിസഭാ യോഗം ശുപാർശ ചെയ്യും. ജൂൺ 10 മുതൽ സഭാ സമ്മേളനം ചേരാനാണ് സർക്കാരിന്റെ ആലോചന. അലമീനാണ് വിശദാംശങ്ങൾ നൽകിയത്.